നിഷ്കളങ്കമായി തനിക്ക് മുന്നിൽ വെച്ചു നീട്ടിയ ആ പ്രണയത്തെ ജിത്തു നെഞ്ചോട് ചേർത്തു. ഇന്ന് ഞാൻ കാത്തിരിക്കുന്നില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചത് അവൻ വേറെ ഒരാളുടേതായി എന്നറിഞ്ഞപ്പോഴാണ്. അതുവരെ എനിക്ക് കാത്തിരിക്കാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ചാരുലത ജിത്തുവിൻ്റെ ആകുന്നത്. സംസാരശേഷിയില്ലാതാക്കിയ ആ അപകടത്തിൻ്റെ നാളുകളും അവൻ ഒരു കത്തിലൂടെയാണ് അവളോട് പറഞ്ഞത്. അവൾക്കിന്ന് അവൻ്റേതെന്നു പറയാൻ ഒരു കത്തും ഒരു മാലയുമാണുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരിക്കൽ പോലും അവളുടെ ശ്വാസമേൽക്കാതെ അവ ഇരുന്നിട്ടില്ല. കൂടെ ഉണ്ടാകുമെന്നോ കാത്തിരിക്കാമെന്നോ പറയാതെ കുറച്ചു മാസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാൾക്കായി കഴിഞ്ഞ 7 വർഷമായി അവൾ കാത്തിരിക്കുകയാണ്. മറക്കില്ല, അതിന് കഴിയുമായിരുന്നെങ്കിൽ എന്നേയാകാമായിരുന്നു. വേണ്ടാന്ന് വെക്കാനും കഴിഞ്ഞിട്ടില്ല. കാത്തിരിക്കാം, ആഗ്രഹങ്ങൾ ഒന്നുമില്ലാതെ കാത്തിരിക്കാം. 10 വർഷത്തിന് ശേഷം വിഷ്ണുവിൻ്റെ തുറന്നു പറച്ചിൽ. ചാരു ഇന്ന് ജിത്തുവിനായി ഒരു യാത്രയിലാണ്. മറ്റൊരു ട്രെയിൻ യാത്രയിൽ അപ്രതീക്ഷിതമായി അവർ കണ്ടുമുട്ടി. വീട്ടിലെല്ലാം പറഞ്ഞ് സമ്മതം വാങ്ങി തിരികെ വരാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. ചാരു കാത്തിരിക്കുകയാണ് തന്നെ വന്നു വിളിക്കുന്ന ജിത്തുവിനെ കാത്ത്. പൂർണ്ണമാവാത്ത തൻ്റെ കാത്തിരിപ്പിൻ്റെ അവശേഷിപ്പിനെ.